ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കല്ല. കുറച്ച് ദിവസമായിട്ട് ജീവിതമൊന്നും കറക്റ്റായിട്ടില്ല നടക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അറിയണ മുമ്പ് നിങ്ങൾക്ക് ചെറിയൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. പേടിക്കണ്ട, ഇറ്റ്സ് എ ജോക്ക് ഗൈസ്, ജസ്റ്റ് ലൈക്ക് മൈ ലൈഫ്. ഒരു സ്ഥലത്ത് 3rd സെമ്മിൻ്റെ റിസൾട്ട് വന്നു. എൻ്റെ 2 സബ്ജക്റ്റിൽ പൊട്ടി ആസ് യൂഷ്വൽ. യൂട്യൂബിലാണെങ്കിൽ ഒരു സ്ഥലത്ത് ജാസ്മിൻ ഫാൻസിൻ്റെ പൊങ്കാല, മറ്റൊരു സ്ഥലത്ത് BTS ഫാൻസിൻ്റെ പൊങ്കാല. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ കുറേ പേര് ഒരൊറ്റ വീഡിയോ കൊണ്ട് എൻ്റെ ഫാൻസ് ആയിരുന്ന കുറേ പേര് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തു. ബ്രൂട്ടോയുടെ ഒരു ഫാനായിരുന്നു ഞാനും. ബ്രൂട്ടോ BTSനെ ഇതിൽ വലിച്ചിഴച്ച് വീഡിയോ ഇട്ടു, അതുകൊണ്ട് നിർത്തി വീഡിയോ കാണല്ലേ. ചെറിയൊരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോഴെനിക്ക് ആശ്വാസമായിട്ടുള്ളത് നിങ്ങൾ ചില ആൾക്കാരുടെ കമൻസ് ആണ്. ചില ആളുകൾ ഇമെയിൽ അയച്ചിട്ടൊക്കെയാണ് എനിക്ക് മോട്ടിവേഷൻ തരുന്നത്. താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച്. അങ്ങനെ മെല്ലെ മെല്ലെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു മെയിൽ വരുന്നത്. ദ പാസ്വേഡ് ഫോർ യുവർ ഗൂഗിൾ അക്കൗണ്ട് വാസ് റീസെൻ്റ്ലി ചേഞ്ച്ഡ്. ദ നെയ്റ്റ്മെയർ ഓഫ് എവരി യൂട്യൂബർ. ബ്രൂട്ടോ എന്ന ഈ 3,30,30,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ഹാക്കായി, കംപ്ലീറ്റ്ലി ഹാക്കായി. ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടിട്ടു. അപ്പോൾ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഗൈസ്. ആൻഡ് കുറേ പേര് ഈ ഒരു കാര്യം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു. അവർ 20,000 റുപ്പീസ് തന്നാൽ ഈ ഒരു ചാനൽ റിക്കവർ ചെയ്ത് തരാം, 10,000 റുപ്പീസ് തരാം, ചില ആളുകൾ 50,000 റുപ്പീസ് വരെ ചോദിച്ചു. പക്ഷേ അവർ ഹാക്കറിനേക്കാളും വലിയ കുണ്ണകളാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ മുമ്പിലാക്കി 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. മണിക്കൂട്ടി ഓടിക്കും. ഓപ്ഷൻ എ, ഈ തേർഡ് പാർട്ടി ആളുകൾക്ക് ഈ 50,000 കൊടുത്തിട്ട് എൻ്റെ ചാനൽ റിക്കവർ ചെയ്യാൻ പറയുക. ഓപ്ഷൻ ബി, നമ്മൾ യൂട്യൂബ് ടീമിന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അവൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക. ഓപ്ഷൻ സി, ഈ ചാനൽ എന്നേക്ക് വന്ന് വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാം. എൻ്റെ ഈ സാധനം നിങ്ങൾ ഒട്ടുമിക്ക ആളുകൾ ഓപ്ഷൻ എ ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. എൻ്റെ 50,000 പോയിട്ട് 5,000 കൂടി ആ ഒരു സമയത്ത് എടുക്കാനുണ്ടായിരുന്നില്ല. ഗൈസ്, നമ്മളങ്ങനെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ. ചാനൽ ഹാക്കായ കാര്യം ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ആൻറ്റി ഹാക്കർ പുഷ്പാഞ്ജലി കൂടി കഴിപ്പിച്ചു. അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആൻറ്റി ഹാക്കർ പൂച്ച സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ചാനൽ തിരിച്ചിട്ടിരിക്കുകയാണ്. ദൈവമുണ്ട്. സൈക്കിൾ പ്യൂർ അഗർബത്തികൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ താഴെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സെൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും അധികം വന്നില്ല. റിയലി? വൈ ഈസ് മെലഡി സോ ചോക്ലേറ്റി? ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? കടിച്ച ഉറുമ്പിനെ എങ്ങനെ തിരിച്ചു കടിക്കാം? വാട്ട് എ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിന് എല്ലാം കൂടി എനിക്ക് ഒരു ഉത്തരം പറയാനുള്ളൂ. പൂച്ചയാണോ മനുഷ്യനാണോ? അഫ്കോഴ്സ് ഞാൻ മനുഷ്യനാണ്, ബട്ട് ഐ ഐഡന്റിഫൈ ആസ് എ കാറ്റ്. LG TVയിൽ C കൂടി ആഡ് ചെയ്യാനുള്ള അപേക്ഷകത്തിന് ഞാൻ ഇന്നലെ അക്ഷയ കേന്ദ്രത്തിൽ പോയി അയച്ചോളൂ. ആദ്യമൊക്കെ എൻ്റെ ഓഡിയൻസ് ബ്രൂട്ടോട്ട് റിയൽ നെയിം എന്താന്ന് എല്ലാ വീഡിയോൻ്റെയും കമന്റ് ബോക്സിൽ സ്പാം ചെയ്യായിരുന്നു. അങ്ങനെ എൻ്റെ ഓഡിയൻസിന്റെ അഭ്യർത്ഥന അയച്ച് എൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയ ദിവസം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി എൻ്റെ പേര് ആകാശാണെന്ന് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നിന്റെ ഓഡിയൻസ് സ്പാം ചെയ്യുന്ന നിർത്തിണ്ടാവില്ലേ? എവിടെ? ഇപ്പൊ ആകാശിന്റെ റിയൽ നെയിം എന്താണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. റോസ്റ്റ് ചെയ്യാനുള്ള കഴിവ് എവിടെ നിന്നാണ്? ജെനറ്റിക്സ് ആണോ? ജെനറ്റിക്സോ? അണ്ടി. റോസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മളതൊരു വീഡിയോ ഫോർമാറ്റിൽ പ്രസന്റ് ചെയ്ത് അതിനെ വർക്ക് ആക്കാനാണ് പണി. അങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളും സക്സസ്ഫുള്ളി ഒരു യൂട്യൂബ് റോസ്റ്ററായി. ആരാണ് റോസ്റ്റ് എന്ന കണ്ടന്റ് സജസ്റ്റ് ചെയ്തേ? ആരും എനിക്ക് അങ്ങനെ സജസ്റ്റ് ഒന്നും ചെയ്തില്ല. പണ്ട് എനിക്ക് റോസ്റ്റിംഗ് വീഡിയോസ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പണ്ട് എനിക്ക് ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ റോസ്റ്റിംഗ് വീഡിയോസും പിന്നെ കാരിമിനാലിറ്റിയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ആയിരുന്നു എന്നെ പേഴ്സണലി ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ചിരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. 4-5 വീഡിയോസ് ഇട്ടു. എല്ലാത്തിനും 20-30 വ്യൂസ് ഒക്കെ ആയിരുന്നു. വലിയ റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഹോപ്പ് ഒരിക്കലും കൈവിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടു, അരിയണ്ണ റോസ്റ്റ് ചെയ്തിട്ട്. ആ വീഡിയോ കുറച്ച് റീച്ചൊക്കെ കിട്ടി. കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് ചെയ്ത കമൻറ്റ് തന്നെ എന്നെ മോട്ടിവേഷനാക്കി എടുത്തിട്ട്. കാരണം അപ്പോൾ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, അത് മാത്രമായിരുന്നു മോട്ടിവേഷൻ. ആ ഒരു മോട്ടിവേഷനായി എടുത്തിട്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്ത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു വിത്ത് 330K fucking subscribers. What a number, bro. No, I can say by the way, thank you for the 330K guys. How to kill mosquito? ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലാഷ് ബാക്ക്. അടുത്ത വർഷം ബ്രോ ഏതെങ്കിലും മോസ്കിറ്റോ കുത്താൻ എന്നാൽ ബ്രോ ഇതുപോലെ ചെയ്യാം. How to kill you? സെയിം മോസ്കിറ്റോ മെത്തേഡ് ബ്രോ. ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം എന്താ? ഈ കമന്റ് വായിച്ചത്. ഒരു സെക്കൻഡ് ചാൻസ് തന്നു കഴിഞ്ഞാൽ ലൈഫിൽ എന്ത് മാറ്റം വരുത്തും? ഈ കമന്റ് വായിക്കാതിരിക്കാൻ നോക്കും. ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയാൽ പാസ്റ്റിലേക്ക് പോവോ അതോ ഫ്യൂച്ചറിലേക്ക് പോവോ? ആൻഡ് അതിന്റെ റീസൺ എന്താ? ഓഫ് കോഴ്സ് പാസ്റ്റിലേക്കേ പോവുള്ളൂ. റീസൺ നിന്റെ അച്ഛന് നല്ലൊരു കോണ്ടം മേടിച്ചു കൊടുക്കണം.
ഓക്കെ, ജസ്റ്റ് കിഡിങ് ഗൈസ്. ഈ റിഗ്രറ്റ് എന്ന വാക്ക് എനിക്ക് പണ്ടോട്ടേ ഇഷ്ടമല്ല. കാരണം പണ്ടൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. പണ്ട് എനിക്കൊരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു. വൺ സൈഡ് ലവ് പറഞ്ഞാൽ തലയ്ക്ക് പിടിച്ചിട്ടുള്ള ലവ് ആയിരുന്നു. ഒരു ദിവസം ഞാൻ അവളെ വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവളെ വിളിച്ചു. അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ കോളിൽ അവൾ കോൾ എടുത്തിട്ട് അവൾ എൻ്റെ അടുത്ത് പറയണേ, ഈ കോൾ എടുത്തതിൽ എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ എന്ത് മൈരിനാടി നീ കോൾ എടുത്ത് എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ചോദിച്ചില്ല. അന്ന് ഞാൻ അങ്ങനെ ചോദിക്കാത്തതിൽ എനിക്കിപ്പോൾ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ആവേശം കണ്ടോ, എങ്ങനെയുണ്ട്? കണ്ടു കിടിലൻ തന്നെ. ഫസ്റ്റ് ഹാഫ് അലമ്പായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് കിടിലൻ. അതെ, എവിടെ നിന്നാണ് ഇത്രയും ക്രിയേറ്റീവ് തിങ്കിങ് കിട്ടുന്നത്? സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്തുനിന്ന്. കണ്ടി വീഡിയോസ് ഇട്ട് എക്സോസ്റ്റ് ആവാറില്ലെന്നോ? വാട്ട് എ വിയേർഡ് ക്വസ്റ്റ്യൻ. ഗൈസ്, എൻ്റെ അർത്ഥം ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആൻഡ് എന്നാണെന്ന്. ഗൈസ്, ഞാനിവിടെ അമ്മാവനായിക്കൊണ്ടിരിക്കുകയാണോ അത് ഇപ്പോഴത്തെ പിള്ളേർ യൂത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്? ഇപ്പോഴത്തെ പിള്ളേരുടെ വൈബ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്മാർ ജനിക്കുമ്പോൾ തന്നെ 18+ ആയിട്ട് ജനിക്കും. ഈ 90s ശരിക്കും ഗോൾഡൻ പീരീഡ്. കാരണം അവർക്ക് 1% 1 ലവ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മളെ പോലെ സിറ്റുവേഷൻഷിപ്പില്ല, ഡിലൂഷൻഷിപ്പില്ല, ഡിക്റ്റേറ്റർഷിപ്പില്ല, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ഇല്ല. ഇതെല്ലാം അന്നത്തെ കാലത്ത് ലവ് മാത്രമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ലൈൻ സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഓയ ബുക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. 90s ട്രൂ ലവ് കിട്ടി, ഇപ്പോഴത്തെ ജനറേഷന് ബെനിഫിറ്റ്സും കിട്ടും. ഞങ്ങൾ 2000 മുതൽ 2004 വരെയുള്ള കിഡ്സ് ഇപ്പോഴും ജിമ്മിൽ തന്നെ. ഞങ്ങൾക്ക് ആകെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഹലോ ബ്രൂട്ടോ ചേട്ടാ, ഇത് എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്നാ പറയണ്ട, അറിയാത്ത കാര്യങ്ങൾ പറയാണ്ടിരിക്കുന്നതാ നല്ലത്. എഡിറ്റിങ്ങിന് എത്ര ടൈം എടുക്കും ബ്രോ? എഡിറ്റിങ്ങിന് സാധാരണ ഞാൻ 2 to 3 days എന്തായാലും എടുക്കും. പിന്നെ ചില പ്രൊജക്ട്സ് ആണെങ്കിൽ 4 days, 5 days, 7 days, ഈവൻ മന്ത്സ് വരെ എടുത്തിട്ടുണ്ട്. ഇത്ര വയസ്സിലാണ് വാണം വിട്ടത്. കഥക്കാരുടെ ഓർത്ത് വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ആണ്. നമ്മളൊക്കെ ജനിക്കുമ്പോൾ 18+. പ്രേമലു കണ്ടിട്ട് ലൈൻ ഇല്ലാത്തോണ്ട് വല്ല ഫീൽ ഉണ്ടായോ? റിയലി പറയണം. പ്രേമലു ഈസ് ലിറ്ററലി മൈ സ്റ്റോറി ബ്രോ. അത് എൻ്റെ കഥയാണ്. എൻ്റെ കഥയിൽ നിന്നാണ് അത് കോപ്പി അടിച്ചിരിക്കുന്നത് അതിൻ്റെ ഡയറക്ടർ. പക്ഷേ ആ ക്ലൈമാക്സ് മാത്രം ഉണ്ടായിരുന്നില്ല. GF ഉണ്ടോ? ക്രഷ് ഉണ്ടോ? ഇതാണ് എൻ്റെ ഒരേ ഒരു GF, പേര് HP. ഇവൾക്ക് 16 GB RAM ആണുള്ളത് ആൻഡ് 1 TB ഹാർഡ് ഡിസ്കും. അതുകൊണ്ട് ഇവൾ എത്ര വലിയ കളിയും താങ്ങും. ഐ മീൻ ഗെയിംസ്. ഇവളെൻ്റെ ശാരീരികം മാനസികമായിട്ടുള്ള എല്ലാ നീഡ്സിനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ലവ് യു ബേബി. ബ്രോ, ഷോ യുവർ ഫേവറേറ്റ് നിക്കർ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് നിക്കർ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് കളറായ ഗ്രീനും ഓറഞ്ചും വെച്ചിട്ടാണ്. ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആണ്. അതുമാത്രമല്ല ഇതിനകത്ത് നടയിലൂടെ എയർ വെന്റിലേഷൻ ടെക്നോളജി ഉണ്ട്. നിങ്ങൾക്ക് കുറേ പേര് യൂട്യൂബ് ചാനൽ ഉണ്ടാവും. അതൊക്കെ ഭാവിയിൽ ഇനി ഹാക്ക് ആയി കഴിഞ്ഞാൽ പറഞ്ഞു ബ്രൂട്ടോ ചേട്ടാ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം? നിങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞുതരാം. ഈ ചാനൽ റിക്കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇത് നിങ്ങൾ തേർഡ് പാർട്ടിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് 10,000-50,000 രൂപ മേടിക്കും. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുകയാണെങ്കിൽ സെയിം പ്രൊസീജിയർ ആയിരിക്കും. അല്ലാണ്ട് അവർക്ക് സ്പെഷ്യൽ കോൺടാക്റ്റ് ഒന്നും ഇല്ല. ഓടോ യൂട്യൂബ് ഹെഡ് ക്വാർട്ടറിനെ വിളിച്ചിട്ട് ചാനലൊന്ന് റിക്കവർ ആയിട്ട് ഒന്ന് തിരിച്ചെടുക്കണം എന്ന് പറയാൻ. നിങ്ങൾക്ക് യൂട്യൂബ് സപ്പോർട്ട് ടീമിൻ്റെ എങ്ങനെയെങ്കിലും ഒരു കോൺടാക്ട് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ട്വിറ്ററിൽ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. അവരെ മെൻഷൻ ചെയ്തിട്ട് ട്വീറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സപ്പോർട്ട് തന്നെ കിട്ടും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾക്ക് കൂട്ടുകാരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അതിൽ പോയിട്ട് മറ്റേ ക്രിയേറ്റർ സപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവരായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും, ലൈവ് ചാറ്റ് ചെയ്യാൻ പറ്റും. അവൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരൊരു ലിങ്ക് അയച്ചു തരും. അതിനകത്തൊരു ഫോം ഉണ്ടാവും. നിങ്ങളുടെ ചാനൽ തന്നെയാണ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിത്തിൻ 2 days, മാക്സിമം 2 days എനിക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ തിരിച്ചു കിട്ടും. ഇത് യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. മറ്റൊരു കിടിലൻ വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.